ചെവള ഇങ്ങോട്ട് വരില്ലെന്നാണ് ആശാൻ പറയുന്നത്. അവൻ വരും. ഇപ്പോഴത്തെ ഈ ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് അതുവരെ അവൻ എവിടെയെങ്കിലും ഒളിവിൽ താമസിക്കും. ചെവള അങ്ങനെ ഒരുത്തനല്ല രായപ്പ. അവനൊരു മൃഗമാണ്. കാത്തിരിക്കാനുള്ള മനസ്സൊന്നും അവനില്ല. എനിക്ക് തോന്നുന്നത് അവൻ ഈ പരിസരത്ത് എവിടെയോ ഉണ്ടെന്ന്. ചെവള വരുന്നെങ്കിൽ ആ പുക്കറിന്റെ മോൻ സജിയെ വിളിച്ചു പറയും. താനും കുടുങ്ങുമെന്ന് കരുതി അവനത് പോലീസിനോടൊന്നും പറയാനും പോകുന്നില്ല. നിങ്ങൾ അത് വിട്. അവൻ ഇവിടെ വന്നാൽ നമ്മൾ അവൻ എങ്ങനെ കൈകാര്യം ചെയ്യും? അതാ ഇപ്പൊ ആലോചിക്കേണ്ടത്. മുന്നിൽ വന്ന് പെട്ടാ പിന്നെ മറ്റൊന്നും ആലോചിക്കരുത്. അടിച്ച് തല പൊട്ടിക്കണം. അവനെപ്പോലൊരുത്തനെ കൊന്നാലും കേസൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. 4-5 ദിവസം നമ്മുടെ കിടപ്പ് രായപ്പന്റെ വീട്ടിൽ മതി. ഇരുട്ടിന്റെ മറ പറ്റി അവന് വരാൻ പറ്റും. മല ഇറങ്ങുന്നതിന് മുമ്പേ അവൻ പോലീസിന്റെ കയ്യിൽ പെടണം. ഞാനിനി കുറച്ച് ദിവസത്തേക്ക് പണിക്കൊന്നും പോവാതെ ഇവിടെ തന്നെ നിൽക്കാം. ഞാനും കൂടെ ഉണ്ട് ആശാനെ. രാവിലെ ചെന്ന് വണ്ടി വർഷാപ്പിക്കറ്റ. പണി കഴിഞ്ഞിറങ്ങാൻ ഒരാഴ്ചയെങ്കിലും എടുക്കും. ചെവള ജയിലിയാടി വിവരം അർച്ചനോട് വിളിച്ചു പറയാൻ ശ്യാമലോട് പറയണം. അവളൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇതുവരെയും അവളെ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടില്ല. അത് മണ്ടത്തരമാണ് രായപ്പ. രായപ്പ ചെന്ന് പറ. അശോ, നല്ല തണുപ്പ്. ഉറക്കൊഴിയാനുള്ളതല്ലയോ? വല്ലതും ഉണ്ടോടാ? ചെറിയൊരു ഐറ്റം ഉണ്ട്. അതുപോലെ അധികമായാലേ ഉറങ്ങിപ്പോവും. എന്നാ നീ അകത്ത് നിന്ന് 2 ഗ്ലാസ് എടുത്തുണ്ടോ? എളുപ്പം വരണം. മോളെന്താ ആലോചിച്ചിരിക്കുന്നേ? വന്നെന്തെങ്കിലും കഴിക്കേ. എനിക്ക് വിശപ്പില്ല ചേച്ചി. വിശപ്പില്ലെന്ന് പറഞ്ഞിരുന്ന പ്രശ്നങ്ങളൊക്കെ തീരുവോ? മോൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലെന്ന് എനിക്കറിയാം. കൊണ്ടുപോയ ചോറൊക്കെ കളയുകയും ചെയ്തു. ജീവിതത്തിൽ എന്ത് വന്നാലും നേരിടാൻ കുറച്ച് ധൈര്യമൊക്കെ കാണിച്ചേ പറ്റൂ. മോള് വാ. ചേച്ചി കഴിച്ചിട്ട് കിടക്ക്. മോൾക്ക് വിശപ്പില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ട. ആ, അമ്പിളിയാണല്ലോ. ആ മോളെ. ആ, അച്ചൂച്ചി കിടന്നോ? ഇല്ല. എന്താ മോളെ വിശേഷം? അത് പിന്നെ അച്ചൂച്ചി. എന്താ നീ കാര്യം പറ. അച്ചൂച്ചി ഇന്നത്തെ പത്രം കണ്ടോ? ഇല്ല. ആ ചെവള രാഘവൻ ജയിലിൽ ചാടി. ഇന്നത്തെ പത്രത്തിലൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. അയാളെ അന്വേഷിച്ച് 3-4 പ്രാവശ്യം ഇവിടെ പോലീസ് വന്നു. അയാള് കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അച്ചൂച്ചിയോടൊന്ന് സൂക്ഷിക്കാൻ അച്ഛൻ പറഞ്ഞു. അതിന് ഞാൻ ഇവിടെ അല്ലേ മോളെ? സൂക്ഷിക്കേണ്ടത് നിങ്ങളല്ലേ? അച്ചൂച്ചി എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ അയാൾക്ക് കഴിയും. അയാൾ അവിടെ വന്ന അച്ചൂച്ചി സഹായിക്കാൻ അവിടെ ആരാ ഉള്ളത്? ഇവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട്. ഏത് സമയത്തും അയാൾ വരുമെന്നാ പറയുന്നത്. അയാൾക്ക് വേണ്ടത് എന്നെയല്ലേ? എന്നെ കിട്ടാതെ വരുമ്പോ അയാളെ പൊയ്ക്കോളൂ. പിന്നെ എന്തെങ്കിലും വിവരം കിട്ടിയാ രാത്രിയാണെന്ന് നോക്കണ്ട, മോളെന്നെ അറിയിക്കണം. ശരി അച്ചൂച്ചി. എന്നാ മോള് വെച്ചോ. എന്താ മോളെ അമ്പിളി പറയുന്നത്? പേടിപ്പിക്കുന്ന വാർത്തയാ. അത് ഞാൻ എങ്ങനെ ചേച്ചിയോട് പറയും? എന്നെ പേടിപ്പിക്കാൻ മാത്രം എന്ത് വാർത്തയാ മോളെ ഉള്ളത്? അത് ചെവള രാഘവൻ ജയിലിൽ ചാടിയെന്ന്. ആരാ ഫൈസി? നിരഞ്ജന. എടുക്ക്. എന്താന്നറിയാലോ. ഹലോ നിരഞ്ജന. ആ, ഫൈസി ഇപ്പൊ എവിടാ? വീട്ടിലോ അതോ സ്റ്റേഷനിലോ? ഞാൻ വീട്ടിലാ. എന്താ നിരഞ്ജന? അർച്ചന എവിടെയാണെന്ന് കണ്ടെത്താൻ ഫൈസിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അവളെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അന്വേഷിച്ചു. അവൾ എവിടെയുണ്ടെന്ന് ഇപ്പൊ എനിക്കറിയാം ഫൈസി. എവിടെയാ? അർച്ചന പത്തനംതിട്ട ജില്ലയിലെ ഒരു ബാങ്കിലുണ്ട്. സുധിയുടെ ബാങ്കിന്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചിൽ. നിരഞ്ജനോട് ഇത് ആരാ പറഞ്ഞത്?
പറഞ്ഞത് ആരായാലും എന്താ, സത്യം അതാണ്. അവൾ ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടത് പച്ച കള്ളമാണ്. എത്രയും വേഗം അവൾ ജോലി ചെയ്യുന്ന ബാങ്ക് കണ്ടെത്തണം. അതിലെങ്കിലും എന്നെ സഹായിക്കാൻ ഫൈസയ്ക്ക് കഴിയൂ. ഇനി കാര്യങ്ങൾ എളുപ്പമാണ് നിരഞ്ജന. നാളെ തന്നെ ഞാൻ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങാം. പിന്നെ സ്നേഹ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുമോ ഫൈസ? അവള് കിച്ചണില. നിരഞ്ജന വിളിച്ച വിവരം ഞാൻ പറയാം. അവൾ തിരിച്ചു വിളിക്കും. എന്നാ നിരഞ്ജന വെച്ചോ. ശരി. എന്താ ഫൈസി അവള് പറഞ്ഞത്? അത് അർച്ചന പത്തനംതിട്ടയിലെ ഏതോ ബാങ്കിലുണ്ടെന്നുള്ള വിവരം നിരഞ്ജനയുടെ ചെവിയിലെത്തി. എന്റെ ദൈവമേ, ആരാ ഇത് അവളുടെ കാതിലെത്തിച്ചത്? അവള് വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവളുടെ ഇനിയുള്ള ഓരോ നീക്കത്തിലും നിഴലായി സ്നേഹം ഉണ്ടാവണം. എന്തായാലും ഞാൻ അവളൊന്ന് വിളിക്കട്ടെ. വിഷ്ണു അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? മനസ്സിലായി. രേവതിയുടെ നാട്ടുകാരനല്ലേ? അതെ. നമ്മൾ റോസ്മല വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ പേര് ഓർമ്മയില്ല. അപ്പോൾ വിഷ്ണു എന്നെ മറന്നിട്ടില്ല. എൻ്റെ പേര് സജി എന്നാ. ആ, സജീന്ത ഇവിടെ? എൻ്റെ അനിയത്തി ഇവിടെ നഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. അവളിന്ന് കാണാമെന്നതാ. ആ, വിഷ്ണു എവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ എൻ്റെ വീട്. അതെന്തായാലും നന്നായി. അനിയത്തിക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഇവിടെ രേവതിയും വിഷ്ണുവൊക്കെ ഉണ്ടല്ലോ. അതിനെന്താ, എന്നെ കൊണ്ടാവുന്ന എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. സജി ഇതുവരെ വന്നതല്ലേ, വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. ചെന്നിട്ട് കുറച്ച് തിരക്കുള്ളതാ. എന്നാലും വിഷ്ണു ക്ഷണിക്കുമ്പോൾ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? എന്നാ സജി കയറാം. ആ, വിഷ്ണുവേട്ട ഇവിടെ ഇല്ലേ രേവതി? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കടയിലും കണ്ടില്ല. നിനക്കത് അറിയണമെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് വന്നാ പോരായിരുന്നോ? അതിന് നീ എന്തിനാ ചൂടാവുന്നേ? വിഷ്ണുവേട്ടനെ ആരും നിനക്കെഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയാ അവൻ അവൾക്ക് അവകാശപ്പെട്ടതാണ്. ഓ, ഒരു താലി കെട്ട്. ഏണി കയറി നിന്ന് വേണം താലി കെട്ടാൻ. നീ കുറെ കാലം വിഷ്ണുവേട്ടന്റെ പുറകെ നടന്ന് ചെരുപ്പ് തേഞ്ഞതല്ലേ? പിന്നെന്താ ചക്കക്കുരു പോലെ ഇരിക്കുന്ന നിന്റെ കഴുത്തിൽ താലി കെട്ടാത്തത്? അത് പിന്നെ എങ്ങനെ? നിന്റെ ചേച്ചി വിഷ്ണുവേട്ടനെ മയക്കിയെടുത്തതല്ലേ? അവളുടെ ജോലിയും പത്രാസും കണ്ടപ്പോ പാവം വിഷ്ണുവേട്ടൻ അതിൽ വീണുപോയി. ദേ, എന്റെ ചേച്ചിയെ പറഞ്ഞാലുണ്ടല്ലോ. അവളാര്? കൊച്ചു രാജാവിന്റെ കൊച്ചുമോളോ? ഒന്ന് പോടി. ആ, രേവതി ഇവിടെ തന്നെ ഉണ്ടല്ലോ. സജീവ വന്നേ. നിന്റെ നാട്ടുകാരനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വെച്ച് കണ്ടതാ. രേവതിക്ക് സുഖം തന്നെയല്ലേ? പിന്നെ അനിയത്തി ഇവിടെ നഴ്സിങ്ങിന് പഠിക്കുക. അവളെ കണ്ടിട്ട് വരുമ്പോഴാ വിഷ്ണുവിനെ കണ്ടത്. പോകാൻ ധൃതിയുണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയാ വിഷ്ണു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. നിന്റെ നാട്ടിൽ ഒരാളെ ഇവിടെ വെച്ച് കണ്ടാ പിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കണ്ടേ? നീ പോയി ചായ എടുക്ക്. സജീവ. ആ, ഇരിക്ക്. സജിയുടെ അച്ഛൻ ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത്? അതെ. സജിക്ക് പിന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൂടെ? ഇടയ്ക്ക് അച്ഛൻ ചില സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ പെട്ടു. ആ വഴിക്ക് കുറച്ച് കാശങ്ങ് പോയി. അല്ലെങ്കിൽ ഞാൻ എന്നേ 1-2 മൊബൈൽ ഷോപ്പൊക്കെ തുടങ്ങിയാണ്. മൊബൈൽ ഷോപ്പ് കൊള്ളാം, പക്ഷേ നിങ്ങളുടെ നാട്ടിൽ അതിൻ്റെ ബിസിനസ്സൊക്കെ നടക്കും? അവിടെ പറ്റില്ല. വിഷ്ണുവിന് ഇവിടെ എവിടെയെങ്കിലും വല്ല കടമുറിയും കിട്ടുമെന്ന് നോക്കാവോ? ഇവിടെ എവിടെയാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. എന്നാ വലിയ ഉപകാരം.
ഞങ്ങൾക്ക് ആ മലയിലെ താമസമൊക്കെ മടുത്തു. അനിയത്തി ഇവിടെ പഠിക്കുന്ന നിലയ്ക്ക് ഇവിടെ ഒരു വീടെടുത്താലോ എന്ന് ആലോചിക്കുക. ആദ്യം സജിക്ക് കൊടുക്ക്, നമ്മുടെ ഗസ്റ്റ് അല്ലേ. ഇതാരാ വിഷ്ണുവേട്ടാ? രേവതിയുടെ നാട്ടുകാരനാ, പേര് സജി. ഇത് ബിന്ദു, എന്റെ കസിനാ. സജി എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ പഠിപ്പ് കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടവനാ. സജി ഏതുവരെ പഠിച്ചു? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായതാ. അപ്പോ ആ നാട്ടില് പഠിപ്പുള്ളവരും ഉണ്ടല്ലേ? പിന്നല്ലാതെ, ബുദ്ധിയുണ്ടെങ്കിൽ എവിടെയുള്ളവർക്കും പഠിക്കാൻ പറ്റും. പിന്നെ സജിക്ക് ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. പിന്നെ എനിക്ക് കടയിൽ നിൽക്കാനൊന്നും സമയം കിട്ടില്ല. കുഴപ്പമില്ല, ശമ്പളത്തിന് വേറെ ആളെ വയ്ക്കാം. ഏതായാലും വിഷ്ണു ഒന്ന് നോക്ക്. അത് ഞാൻ ഏറ്റു. പിന്നെ ചെവളരാഘവൻ ജയിൽ ചാടി വിവരം രേവതി അറിഞ്ഞു. അത് ഞാനെന്തിനാ അറിയുന്നേ? രേവതിയുടെ അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ അയാള്. നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ. ആരായി ചെവളരാഘവൻ? കോയമ്പത്തൂരിലൊരു കുപ്രസിദ്ധ ഗുണ്ടയാ. രേവതിയുടെ അച്ഛനുമായിട്ടുള്ള ബന്ധം വെച്ചാ അവൻ റോസ്മലയിലോട്ട് വന്നത്. അവിടെയുള്ള പലർക്കും പിന്നീട് അവനൊരു തലവേദനയായി. അവിടുന്ന് പോലീസ് അവനെ പിടിച്ചോണ്ട് പോയി. അപ്പോ ഗുണ്ടകളുമായിട്ടാണോ രേവതിയുടെ അച്ഛന് കൂട്ടുകെട്ട്? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ വിഷ്ണു, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. തനിച്ച് പോണ്ട, ഞാൻ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടാക്കി തരാം. ഞാൻ പോയെന്ന് രേവതിയോട് പറയണം. പറയാം. ആഹാ, നീ ഇവിടെ ഒന്ന് വിഷമിച്ച് നിൽക്കാണോ? ഞാൻ വിചാരിച്ചു നീ വല്ല ജോലിയിലും ആയിരിക്കും. ആ പിന്നെ സജി പോയ കാര്യം നിന്നോട് വന്ന് പറഞ്ഞേൽപ്പിച്ച അവൻ പോയത്. അതിന് ഞാനെന്ത് വേണം? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തമ്മിലുള്ള നോട്ടവും ഭാവവും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. നീ എന്ത് ശ്രദ്ധിച്ചെന്നാ? അവന്റെ ശൃംഗാരം നിറഞ്ഞ നോട്ടവും നിന്റെ പരിങ്ങലും ഒക്കെ കണ്ട ആർക്കാടി മോളെ മനസ്സിലാവാത്തത്? നിങ്ങൾ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന്. ദേ, അനാവശ്യം പറയരുത്. പിന്നെന്തിനാ അവന്റെ മുന്നിൽ നിന്ന് നീ വേർത്തത്? എനിക്കും കുറെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതാ. അവരെ കാണുമ്പോഴേ ഞാൻ ഇതുപോലെ നിന്ന് വിറയ്ക്കാറൊന്നുമില്ല. പാവം വിഷ്ണുവേട്ടൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇതും പറഞ്ഞ് എന്നെ വിഷ്ണുവേട്ടനെ തമ്മിൽ തെറ്റിക്കണം. അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയാതെ തന്നെ വിഷ്ണുവേട്ടൻ ഇതൊക്കെ അറിഞ്ഞോളൂ. പിന്നെ സജി ഇവിടെ മൊബൈൽ കട തുടങ്ങാൻ പോവാ, അത് നീ അറിഞ്ഞു? അവിടെങ്ങും ഷോപ്പ് തുടങ്ങാതെ അവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നീ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാ. ഇവിടെ ആകുമ്പോ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നെ സന്ദർശിക്കാലോ. പറഞ്ഞു നീ എവിടേക്കാണ് കയറി പോന്നെ? ഇനി എന്തെങ്കിലും പറഞ്ഞ ഈ രേവതി ആരെന്ന് നീ അറിയും. അത് നീ പറയാതെ തന്നെ ഞാൻ അറിഞ്ഞോളൂ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും? അർച്ചനയെ ആരാദ്യം കാണുമെന്നുള്ള മത്സരത്തിലാ നിങ്ങൾ രണ്ടുപേരും. അവൾക്കാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കാണാൻ താല്പര്യമില്ല. പൈസയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അർച്ചന പത്തനംതിട്ടയിലെ ഏതോ ഒരു ബാങ്കിലുണ്ടെന്ന് നിരഞ്ജന എങ്ങനെയോ മനസ്സിലാക്കി. അത് അവളെ അറിയിച്ചു കൊടുത്തത് അഡ്വക്കേറ്റ് നന്ദിതയാണ്. പക്ഷേ ബാങ്ക് ഏതാണെന്ന് കണ്ടെത്താൻ അവൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് നിരഞ്ജന എന്റെ സഹായം തേടിയത്. സുധി എന്നോട് പറഞ്ഞ അറിവനുസരിച്ച്
ഞാൻ അവിടെ ചെന്ന് അർച്ചനയെ കണ്ടു. അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ സുധിയോട് പറഞ്ഞത്. അർച്ചന ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനാണ് അവളുടെ പിന്നാലെ നടക്കുന്നതെന്ന്. നിരഞ്ജനയുടെ ജീവിതത്തിൽ താനൊരു വെല്ലുവിളിയായി അവൾക്ക് തോന്നുന്നെങ്കിൽ അത് മാറ്റിക്കൊടുക്കാൻ അർച്ചന തയ്യാറാണത്രേ. പക്ഷേ സുധിയെ കാണാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. നിരഞ്ജനയേക്കാൾ സുധിയെ അകറ്റി നിർത്താനാണ് അവൾ ശ്രമിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. സുധി അവളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവൾ ദേഷ്യത്തോടെ പ്രതികരിച്ചത്. ഒരു തരത്തിലും സ്വസ്ഥത തരാത്ത മനുഷ്യൻ. അർച്ചനയുടെ മനസ്സിൽ സുധിയുടെ വില അതാണ്. ഞാൻ ഈ പറയുന്ന ഒന്നും കള്ളവല്ല സുധി. ചെയ്തു തീർക്കാൻ അവൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. എണ്ണി അവൾ എന്നോടത് പറഞ്ഞു. ഒരനിയത്തിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ 10 ലക്ഷത്തിനടുത്ത് കടബാധ്യതയായി. ഇളയ അനിയത്തിയെ മെഡിസിന് ചേർക്കാനുള്ള ശ്രമത്തിലാണ് അവളിപ്പോ. അതിനും നല്ലൊരു തുക വേണ്ടിവരും. എന്തോ ആക്സിഡന്റ് പറ്റി അവളുടെ ചിറ്റപ്പനിപ്പോൾ പണിക്കൊന്നും പോകുന്നില്ലെന്നാ കേട്ടത്. ആ കുടുംബം ഇപ്പോൾ നോക്കുന്നത് അവളാ. എല്ലാം ശാന്തമായെന്ന് കരുതി അവൾ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് സുധി അവളെ തേടി ചെന്നത്. വല്ലാത്തൊരു ഷോക്കിലാണ് അർച്ചന ഇപ്പോൾ. ആദ്യമൊക്കെ എന്നോട് രൂക്ഷമായിട്ട് സംസാരിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് അവൾ ദുർബലയായിപ്പോയി. സുധിയെക്കുറിച്ചുള്ള പരിഭവവും പരാതിയുമൊക്കെ ആയിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഒരിക്കലും ഇനി ഒരു ബന്ധം ഉണ്ടാവില്ലെന്നിരിക്കെ എന്തിനാണ് സുധി എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചപ്പോൾ സത്യത്തിൽ എന്റെ മനസ്സും വേദനിച്ചു. അർച്ചനെ കണ്ട കാര്യം ഫൈസി നിരഞ്ജനോട് പറഞ്ഞു? ഞാനിതുവരെയും പറഞ്ഞില്ല. അന്വേഷിക്കുന്നുണ്ടെങ്കിലും കണ്ടെത്താനായില്ലെന്നാ ഇന്നലെ സംസാരിച്ചപ്പോഴും ഞാൻ അവളോട് പറഞ്ഞത്. അർച്ചനയുടെ മുന്നിലേക്ക് നിരഞ്ജന പോകുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. സുധിക്കത് അപമാനവുമാണ്. ഞാൻ പറയുന്നത് സുധി ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാവണമെന്നാണ്. അവഗണിച്ചിട്ടും ഒരു മനുഷ്യൻ പിന്നാലെ വരുന്നുവെന്ന് അർച്ചന പറയുമ്പോൾ ഉള്ളിൽ അവൾക്ക് സുധിയോട് ഇഷ്ടമുണ്ടെങ്കിലും പിന്നീട് അവളെ ശല്യപ്പെടുത്താതിരിക്കുന്നതല്ലേ നല്ലത്. എന്നെക്കാളും നന്നായി സുധിക്ക് അർച്ചനയെ അറിയാവുന്നതാണ് ഞാൻ കരുതുന്നത്. അർച്ചനയെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയാലും നിരഞ്ജന മനസ്സ് വെച്ചാൽ അർച്ചനയെ കണ്ടുപിടിക്കാൻ കഴിയും. തന്റെയും കുഞ്ഞിന്റെയും ഭാവിക്ക് വേണ്ടി നിരഞ്ജന ഏത് സമയത്തും തന്നെ തേടി വരുമെന്ന് അർച്ചനയ്ക്കറിയാം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയും സുധിയും അർച്ചനയും തമ്മിലൊരു ബന്ധം ഉണ്ടാവുമെന്ന് സുധിക്ക് തോന്നുന്നുണ്ട്. ഒരിക്കലുമില്ല. സുധിക്ക് അർച്ചനയോട് ചെയ്യാൻ കഴിയുന്നത് അവളെ അവളുടെ വഴിക്ക് വിടുകയാണ്. അർച്ചനയെ ചെന്ന് ഞാൻ കണ്ടപ്പോൾ എന്നെ അവളുടെ അടുത്തേക്ക് പറഞ്ഞയച്ച നിരഞ്ജനയെ ചെന്ന് കാണാനല്ല, സുധിയെ വന്ന് കാണാനാ എനിക്ക് തോന്നിയത്. ഞാൻ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം സുധിയുടെ ഇഷ്ടം. ശബരിയെ നീ വിശ്വാസത്തിലെടുത്തിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സുധിയും ശബരിയും തമ്മിലുള്ള ബന്ധം വെച്ച് ആലോചിച്ചു നോക്കുമ്പോ ശബരി നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഞാനിത് ശബരിയോട് ചോദിച്ചതാ, ഡബിൾ പ്ലേ ആണോ എന്റെ മുന്നിൽ നടത്തുന്നതെന്ന്. എന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിൽ ശബരി എന്തിന് അർച്ചന പത്തനംതിട്ടയിൽ ഉണ്ടെന്ന് പറയണം? അർച്ചന എവിടെയാണെന്ന് ഒരു സൂചന പോലും തരാതിരുന്നാ പോരെ? അർച്ചനയെ ശബരി നിരഞ്ജനയ്ക്ക് കാണിച്ചു തന്നില്ലല്ലോ. പത്തനംതിട്ട ജില്ലയിൽ എവിടെയുണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അതിന്റെ അന്വേഷണത്തിലാണെന്നും നിരഞ്ജനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇത്രയൊക്കെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് ആ ബാങ്ക് കണ്ടെത്തിക്കൂടാ? നിരഞ്ജനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്താനാണ് ശബരി ഇപ്പൊ ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഞാൻ അർച്ചനയെ കണ്ടതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ലെന്ന് ശബരിക്കറിയാം. ഞാൻ ശബരിയെ വിശ്വസിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്.
നടരാജൻ അങ്കിളിന്റെ പിന്തുണ ഇപ്പം എനിക്കുണ്ട്. എന്റെ കാര്യത്തിൽ സുധിയുടെ അച്ഛനേക്കാൾ ഉത്തരവാദിത്തം അങ്കിളിനാണ്. ശബരിയെ കാണാൻ എന്നോട് പറഞ്ഞതും അങ്കിള് തന്നെയാണ്. നടരാജൻ സാറിന്റെ പിന്തുണ നിരഞ്ജനയ്ക്കുണ്ടെങ്കിൽ ആ പിടി വിടരുത്. വിശ്വനാഥൻ സാർ അയഞ്ഞു നിൽക്കുന്ന നിലയ്ക്ക് നടരാജൻ സാറ് കൂടെയുള്ളത് നിനക്കൊരു ബലം തന്നെയാണ്.